മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വാമദേവനാണെങ്കിൽ കരുണയെ കാണുന്നു. എന്നിട്ട് കരുണയോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്താണെങ്കിലും ജയിലിലോട്ട് പോകുന്ന സമയത്ത് എൻ്റെ കൂടെ പ്രതാപൻ ഉണ്ടാവുമെന്നെല്ലാം പറയുന്നത് കേട്ട് ദേഷ്യപ്പെടുകയാണ് നമ്മുടെ കരുണ പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണക്കാരൻ താനാണെന്നും താൻ മാത്രമാണ് എൻ്റെ ജീവിതം ഈ ഒരു തരത്തിലാക്കി തീർത്തതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വാമദേവൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. ഇതൊരിക്കലും എനിക്ക് ക്ഷമിച്ചു തരാനായിട്ട് പറ്റില്ല. എൻ്റെ ജീവിതകാലം മുഴുവൻ ഈ ഒരു കാര്യം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണ ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി ആണെങ്കിൽ മോഹിനിയെ കാണാനായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് മോഹിനിയോടായിട്ട് പറയുന്നുണ്ട്, ഇത്രയും നാൾ നമ്മളാണല്ലോ അവരെ പേടിപ്പിച്ചു കൊണ്ടിരുന്നത്, ഇപ്പോൾ കാര്യങ്ങളെല്ലാം തലതിരിഞ്ഞ് വന്നിരിക്കുകയാണല്ലോ അമ്മ എന്നെല്ലാം പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, ശരിയാണ് മോളെ, എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് ആകെ പേടിയാകുന്നുണ്ട്. കാരണം മോളുടെ വളകാപ്പെല്ലാം വരുന്ന സമയമാണ്. ഈ സമയം കണ്ണനിതറിഞ്ഞാൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഓർത്തിട്ട് എനിക്കൊരു സമാധാനമില്ല എന്നെല്ലാം മോഹിനി പറയുന്നത് കേട്ട് മഹിയുമാകെ ടെൻഷനാകുന്നുണ്ട്. എന്നിട്ട് മഹിയോടായിട്ട് മോഹിനി പറയുന്നുണ്ട്, മോളി ഈ സമയത്ത് ഒരുപാടൊന്നും ആലോചിക്കണ്ട, ഇനി ഒന്നും സംഭവിക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് മോഹിനി. പിന്നീട് മാർക്കോനെ കാണാനായിട്ടാണ് മഹാലക്ഷ്മി അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ മാർക്കോ പറയുന്നുണ്ട്, അയാളെ ഞാൻ അങ്ങോട്ട് കൊന്നു കളഞ്ഞേക്കാം എന്ന് പറയുന്നത് കേട്ട് മഹാലക്ഷ്മി ആകെ ഭയക്കുന്നു. മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഈ ഒരു സത്യങ്ങളെല്ലാം മറച്ചു വെക്കാനായിട്ട് അയാളെ കൊല്ലുന്നതിലൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. അയാളൊന്നും ഒരിക്കലും മാറില്ല എന്നും അയാളുടെ മകളും അയാളെപ്പോലെ തന്നെയാണെന്നല്ല മാർക്കോ പറയുന്നത് കേട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഒന്നും ചെയ്യേണ്ട മാർക്കോ, ഒരുപാട് നാൾ ഞാൻ അച്ഛ എന്ന് വിളിച്ച ഒരാളല്ലേ, അതുകൊണ്ട് എനിക്ക് അയാളെ ഒന്ന് ചെയ്യണമെന്ന് ഒട്ടും ആഗ്രഹമില്ല എന്നെല്ലാം പറയുന്നത് കേട്ട് മാർക്കോ പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ നിങ്ങളെ രണ്ടുപേരെയും കൊല്ലാനാണ് അയാൾ ശ്രമിച്ചതെന്നെല്ലാം പറയുമ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതിനൊരു തെളിവുമില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിനൊക്കെ എൻ്റെ കയ്യിൽ തെളിവുണ്ട്, അതെല്ലാം മുകളിലിരിക്കുന്ന ദൈവം കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്ന് മാർക്കോ പറയുന്നത് കേട്ട മഹാലക്ഷ്മിക്ക് ആകെ അത്ഭുതം തോന്നുന്നു. മഹാലക്ഷ്മി പറയുന്ന, ഞാൻ കാണുന്ന സിദ്ധയായ അമ്മയും മാർക്കോമൊക്കെ എൻ്റെ മുന്നിലൊരു അത്ഭുതമാണെന്ന് പറയുന്നത് കേട്ട് മാർക്കോ ആണെങ്കിൽ തൻ്റെ കയ്യിലിരിക്കുന്ന വേലെടുത്ത് മഹാലക്ഷ്മിയെ കാണിക്കുന്നു. അത് കാണുമ്പോഴേക്കും മഹാലക്ഷ്മിക്ക് ആകെ സന്തോഷമാകുന്നു. എൻ്റെ ശക്തി ഈ മുരുകനാണെന്നും തൻ്റെ കയ്യിലിരിക്കുന്ന വിഗ്രഹം അയ്യപ്പ വിഗ്രഹമാണ് മഹാലക്ഷ്മിയുടെ ശക്തിയെങ്കിൽ എൻ്റെ അടുത്തിരിക്കുന്ന ഈ വേലാണ് എൻ്റെ ശക്തി എന്നെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് മാർക്കോ. അനന്തുവേട്ടനും ലേഖയും എന്നോട് മാറി മാറി ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് എനിക്ക് ടെൻഷൻ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആകെ വല്ലാതെയാകുകയാണെന്നെല്ലാം മാർക്കോനോട് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ഈ കാര്യം അവരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത് കേട്ട് മഹാലക്ഷ്മി ആണെങ്കിൽ അതിന് തീരുമാനിക്കുകയാണ്. പിന്നീട് അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലെത്തുകയാണ് മഹാലക്ഷ്മി. അങ്ങനെ ലേഖയാണെങ്കിൽ മഹാലക്ഷ്മിയെ കാണുന്നതും തൻ്റെ ടെൻഷൻ ഇതുവരെ ഒഴിഞ്ഞില്ലേ എന്നെല്ലാം ചോദിക്കുകയാണ്. അതേസമയം മഹാലക്ഷ്മിക്കാണെങ്കിൽ ആകെ വല്ലാതെയാകുന്നുണ്ട്. അങ്ങനെ അനന്തുവിനോടും ലേഖയോടും മഹാലക്ഷ്മി ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നത് എൻ്റെ രണ്ടാനച്ഛനാണെന്നുള്ള സത്യം ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ അറിഞ്ഞതാണെന്നും പക്ഷേ അതൊന്നും എനിക്ക് കണ്ണേട്ടനോട് ഇതുവരെ പറയാനായിട്ടുള്ള ഒരു ധൈര്യവും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ മറച്ചു വെച്ചതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ ലേഖയുടെയും അനന്തുവിൻ്റെയും മുന്നിൽ പൊട്ടി പൊട്ടി കരയുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ കണ്ണേട്ടനോട് പറയാം, പക്ഷേ എനിക്ക് കണ്ണേട്ടനോട് പറയാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുവരെ അതൊന്നും പറയാതിരുന്നത്. ഇതറിഞ്ഞാൽ കണ്ണേട്ടൻ എന്നോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെന്നും എൻ്റെ ജീവിതത്തിൽ കണ്ണേട്ടനും എൻ്റെ അമ്മയും മാത്രമാണ് എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളൂ. ആ കണ്ണേട്ടൻ്റെ സ്നേഹം ഇല്ലാതാകുമോ എന്നുള്ള ഒറ്റ പേടി കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഒരിക്കലും കണ്ണേട്ടനോട് പറയാനായിട്ട് ആഗ്രഹിക്കാതിരുന്നതെന്നെല്ലാം പറയുന്നത് കേട്ട് അനന്തവും ലേഖയും പറയുന്നുണ്ട്, എന്താണെങ്കിലും മഹി, ഇത് കുറച്ച് മുമ്പേ തന്നെ കണ്ണേട്ടനോട് പറയേണ്ടതായിരുന്നു. നീ ഇതുവരെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നത് തന്നെ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടായിരിക്കുകയാണ്. എന്താണെങ്കിലും ഇനി നീ സമാധാനമായിട്ടിരിക്കുക, കാര്യങ്ങളെല്ലാം തന്നെ ഇത്രത്തോളം എല്ലാം ആയില്ലേ, ഇനി എന്താണ് വരുന്നതെന്ന് നമുക്ക് വഴിയിൽ വെച്ച് കാണാമെന്നെല്ലാം അനന്തുവാണെങ്കിൽ മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനെ ഓർത്ത് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. കണ്ണേട്ടനോട് പറയാതിരുന്നത് ഏറ്റവും വലിയ ഒരു ദുഃഖകരമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് കണ്ണേട്ടനെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് മഹാലക്ഷ്മി കണ്ണനെ വിളിക്കുന്നു. അങ്ങനെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോടായിട്ട് സംസാരിക്കുന്നുണ്ട്. കണ്ണനോട് സംസാരിച്ചതിന് ശേഷം മഹാലക്ഷ്മിക്ക് ചെറിയൊരു ആശ്വാസം തന്നെ ആകുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലിൽ മുത്തശ്ശിയാണെങ്കിൽ പ്രതാപൻ്റെ മുറിയിലോട്ട് പതിയെ വരുന്നുണ്ട്. കാരണം പ്രതാപൻ്റെ അടുത്ത് രാത്രി കാലങ്ങളിലെല്ലാം കണ്ണൻ്റെ അച്ഛൻ വരുമെന്നും ഞാനും കണ്ണൻ്റെ അച്ഛനും തമ്മിൽ രാത്രി കാലങ്ങളിൽ സംസാരിക്കാറുണ്ടാവുമെന്നെല്ലാം മുത്തശ്ശിയോടായിട്ട് പറയുന്നതെല്ലാം കേട്ടതുകൊണ്ട് മുത്തശ്ശി കണ്ണൻ്റെ അച്ഛൻ വന്നോ ഇല്ലയെന്നറിയാനായിട്ട് പ്രതാപൻ്റെ മുറിയിലോട്ട് പതിയെ പതിയെ വരികയാണ്.
അതേസമയം മുത്തശ്ശിയുടെ പിറകിൽ ആരോ വന്ന് തട്ടി വിളിക്കുന്നു. പെട്ടെന്ന് തന്നെ പേടിച്ച് മുത്തശ്ശി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു നഴ്സ് തന്നെയായിരുന്നു. അങ്ങനെ മുത്തശ്ശി അവരോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങളിപ്പം മനുഷ്യനെ പേടിപ്പിച്ച് കളയുമായിരുന്നല്ലോ എന്നെല്ലാം പറയുന്നു. അങ്ങനെ വളരെ ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ് മുത്തശ്ശിയെ പ്രതാപൻ്റെ മുറിയിലോട്ട് ചെല്ലുന്നത്. അങ്ങനെ പ്രതാപനാണെങ്കിൽ നല്ല ഉറക്കത്തിൽ തന്നെയായിരിക്കും. അത് കണ്ട് മുത്തശ്ശിക്ക് ചെറിയൊരു ആശ്വാസമാകുന്നു. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.